ഹലോ ഗൈസ്, നമസ്കാരം. നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണത് സൗത്താംപ്ടൺ ഉണ്ട്, ഇംഗ്ലണ്ടിലെ സൗത്താംപ്ടൺ. അപ്പൊ ഇന്നിവിടെ വലുതായിട്ട് ഹിസ്റ്ററിപരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാനൊന്നുമില്ല, പക്ഷെ ഇവിടുത്തെ സ്ട്രീറ്റ്സും ഇന്ന് കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് കാണിക്കാനുള്ളത്. പിന്നെ നമ്മളിവിടെ അതിഥികളായിട്ടുള്ളത് മിസ്റ്റർ ജെറിനും മിസ്റ്റർ വിപിനും. അപ്പോ ഇന്നത്തെ കാഴ്ചകളോട്ട് നമുക്ക് എന്തായാലും പിന്നെ എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞാൽ അന്നൊരു ക്യാഷ്വൽ വ്ളോഗിങ് മാത്രമാണ്, വലുതായിട്ടൊന്നും കണ്ടന്റ് ഇല്ല. അപ്പോൾ ജസ്റ്റ് ചുറ്റുപറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ഇതാണ് സൗത്താംപ്ടന്റെ മെയിൻ ആയിട്ടുള്ള സ്ട്രീറ്റ്. ഇവിടെ ഒരിക്കലും എന്താ പറയാ, ഒരു അജിത്ത് നമ്മുടെ തമിഴ് ആക്ടർ അജിത്തൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇടയിലൊരു മോട്ടോർ സ്പോർട്ടിങ് എന്തൊക്കെ പരിപാടി ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പഴയ കെട്ടിടമാണ്, അത് അങ്ങനെ നിർത്തിയിട്ടുണ്ട് ഇവിടെ സെൻട്രല് സ്ട്രീറ്റിൽ അഭിമാനത്തോട്. യൂറോപ്പിലെ സുന്ദരികളുടെ ഇടയിലൂടെ ഇവിടെ ഈ സ്ട്രീറ്റിൽ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഞാൻ അവിടെ പ്രൈമാർക്കിൽ പോയിക്കൊണ്ടിരിക്കണം. അവിടെ ഒരുപാട് ലക്ഷം അന്ന് ഇവിടെ വന്ന് ഫെബിനൊക്കെ എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഇടയിൽ കേട്ടോ. ഇതുണ്ടല്ലോ, ഇത് എപ്പോഴും വർക്ക് ചെയ്യണമെന്ന് അറിയില്ല ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും. എന്താ അവിടെ ഉണ്ടല്ലോ പ്രൈമാർക്ക്, ആ കാണുന്ന പ്രൈമാർക്കിലേക്കാണ് ഞങ്ങൾ വന്നത്. ഇവിടെ ജെറിനും ഇവനൊക്കെ എന്തൊക്കെയോ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം പറഞ്ഞപ്പോൾ അവിടെ ഞാൻ വന്നതാണ്. ഇവിടെ കണ്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ മാസം വന്നിട്ട് ഇവിടെ പർച്ചേസ് ഉണ്ടായിരുന്നു. അത്യാവശ്യം ജാക്കറ്റും ടീഷർട്ടും പാൻസും ഒരുപാട് അത്യാവശ്യം തിരക്കുണ്ട്. യൂറോപ്പിൽ എല്ലാവിടെയും പ്രൈമാർക്ക് താഴെയാണ് തോന്നുന്നു. ജെൻസിന്റെ താഴെയാണ്, ജെൻസിന്റെ കളക്ഷൻ. ഇനി ഒന്നുകൂടെ താഴെ നിൽക്കണം. അതല്ല, രണ്ടു കാലം ഇപ്പുറത്തപ്പുറം നിൽക്കുന്നു. ഓരോ കാലം മുകളിൽ ഓരോ കാലം താഴെ, 2 സ്റ്റെപ്പിന്റെ അപ്പുറത്ത് നിൽക്കും. എന്തോ വരെ പറയുന്നു. അതോ അപ്പുറത്താണ് മെൻസിന്റെ കളക്ഷൻ, അപ്പുറത്താണ്. ഞാൻ എന്റെ ഷർട്ട് എടുത്തത് അപ്പുറത്താണ്, ഈ സൈഡിൽ നിന്ന് ഒരുപാട് കളക്ഷൻ. എടാ ആ ഷർട്ടൊന്നും കാണാനില്ല, ആ ഫുള്ള് ഹൂഡീസ് ആണ് അവിടെ. ഹൂഡീസ് ഉണ്ട്. നിനക്ക് കിഡ്സിൽ നോക്കടാ, സൈസിനോടെ കാർഗോസ് ഒന്നും കിട്ടുന്നു. അല്ല നമുക്ക് ഞങ്ങോട്ട് പോകണം, റൗണ്ട് പക്ഷെ അപ്പുറത്തുള്ള മെൻസിന്റെ കളക്ഷൻ ഷൂസും പിന്നെ ബാഗ്സ് ഒക്കെയാണ് അപ്പുറത്തുള്ളത്. വലിയ കളക്ഷനൊന്നുമില്ല, എല്ലാം വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയ വ്യത്യാസം 2-3 അത്രേ ഉള്ളൂ. സോക്സ് എടുത്ത് ആവശ്യം വരും. കവറിംഗ് ആയിട്ടുള്ള ചെരുപ്പ് വേണം. വാങ്ങടാ പൈജാമയുടെ കളക്ഷനേ. മേഡ് ഇൻ ബംഗ്ലാദേശ് അവിടുത്തെ അല്ലേ? എവിടെ ഇത് കണ്ടോ നിങ്ങള്? ഇവിടെ ഈ യൂറോപ്പിൽ ഞാൻ കൂടുതലും പ്രൈമാർക്കിൽ കണ്ടത് കൂടുതലും മെയ്ഡ് ഇൻ ബംഗ്ലാദേശ് പ്രൊഡക്റ്റുകളാണ് ഇവിടെ എത്തണത്. പല പ്രൊഡക്റ്റും ബംഗ്ലാദേശിൽ നിന്നാണ് കേട്ടോ. ചിലതൊക്കെ ഇന്ത്യയും കാണാൻ കഴിഞ്ഞു ചിലപ്പോ. ഇതെല്ലാം മെയ്ഡ് ഇൻ ബംഗ്ലാദേശിന്റെ പൈജാമ, പക്ഷെ ഇന്ത്യൻ അല്ലേ, അതുകൊണ്ടാണ് ഇന്ത്യൻ വേറെ ആയതുകൊണ്ടാണ്. ഷൂസ് ഒക്കെ 10 പൗണ്ടോ അല്ലേ, 10 യൂറോ അങ്ങനെ എന്തോളൂ. പൗണ്ടാണല്ലേ, സോറി. ഇവിടുത്തെ അത്യാവശ്യം ഒരു സെറ്റപ്പിലൊക്കെ മാറ്റിയിട്ടാ ഞാനന്നിവിടെ വന്ന സമയത്ത് ഇവിടെ ഷർട്ടുകളൊക്കെയായിരുന്നു. ഇവിടെ അവര് അറേഞ്ച്മെന്റ്സ് മാറ്റിക്കൊണ്ടിരിക്കും ഓരോ സമയങ്ങൾ കൊടുത്തോളും, അതായിരിക്കും. അതാ നിനക്കൊന്നും വേണ്ട ചെറിഞ്ഞത്, ഇതൊന്നും വാങ്ങിക്കോ, ഉപകാരപ്പെടും. വീട്ടില് ഡെയിലി ഇട്ടിടക്കല്ലോ അത്. ഇതാ നൈറ്റ് വിയറാടാ, അതിന്റെ ഉള്ളതൊന്നും ദിവസം രാവിലെ ഒരു മറ്റേ എന്താ പറയാ
മറ്റേ എന്താ പറയാ വുഡന്റെ ആ സിഗരറ്റ് ഇല്ലേ അതും വലിച്ചുകൊണ്ടിരിക്കുക. എന്തിന്റെ പേര്? വിപിൻ എത്ര കിഡ്സ് കളക്ഷനിലായിരുന്നു. കിഡ്സ് കളക്ഷൻ പോയിക്കൊണ്ടിരിക്കണത് ഷൂസും പാന്റൊക്കെ. എന്റെ പറ്റിയ സൈസിന് ഇവിടെ ഇല്ലാതെ. നിങ്ങള് എന്തെടുക്കുന്നുണ്ടോ? ചെരുപ്പ് നോക്കിയിട്ടൊന്നും കിട്ടിയില്ല. ചെരുപ്പിന്റെ കൂട്ടം എവിടെയൊക്കെ അതായത് ഷർട്ടും പാൻറ് ഒപ്പിച്ചുണ്ടോ? നിനക്കൊന്നും വേണം. അതല്ലേ പറഞ്ഞ ഷർട്ടും പാൻറ് ഒപ്പിച്ചുണ്ടോ? എന്താ കളിക്കുന്ന അങ്ങോട്ട് ഞാനൊന്നും എടുക്കുന്നില്ല. ഞാൻ ഓൾറെഡി ഇവിടെ കഴിഞ്ഞ മാസം വന്നിട്ട് എത്ര അത്യാവശ്യം നല്ലൊരു എമൗണ്ടിന് ഞാൻ അവിടെ പർച്ചേസ് ചെയ്ത് പോയത്. അതുകൊണ്ട് ഇപ്പൊ ഞാനൊന്നും തുടങ്ങി. ജാഗർ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. അത്യാവശ്യം 22 പൗണ്ട്, ഏകദേശം നാട്ടില് 2500 രൂപ. പക്ഷെ ഞാൻ ഓൾറെഡി ഇവിടുന്ന് കുറെ എടുത്തോണ്ട് ഇപ്രാവശ്യം ഒന്നും എടുക്കണില്ല. ഇങ്ങനെ എന്താ പറയാ ദീർഘസമയത്തെ പർച്ചേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതില് പാന്റ് തിരഞ്ഞെറിഞ്ഞ് ഒരുപാട് കിഡ്സ് കളക്ഷനിലൊക്കെ പോയി നോക്കേണ്ട അവസ്ഥയില്ല. ഇതില് ഏതെങ്കിലും സെലക്ട് ചെയ്ത കളർ എല്ലാം എടുത്തോ? എല്ലാം ഒന്നുണ്ട്. ഇതെടുക്കളാ. ഈ കളർ നോക്ക്. ഇതാ സ്മോള് വേണമെന്നില്ല. ഇതെല്ലാം പക്ഷെ ഇങ്ങനത്തെ ഞങ്ങളിങ്ങനെ ഇവിടുത്തെ പ്രൈമാക്കില് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടോ. അധികം ഒന്നും എടുത്തില്ല. ചെറിയ കുറച്ച് 1-2 അവന് ക്ലോത്ത്സ് കാര്യങ്ങളൊക്കെ എടുത്ത് ഇവിടെ ഇറങ്ങി. ഇനി എന്തായാലും ഇവിടെയുള്ള സീഫറസിന്റെ ഇതൊക്കെ എന്താണ് ക്ലബ് ഫോർബിഡൻ പ്ലാനറ്റ് നമ്മളന്ന് പോയില്ല. പക്ഷെ അല്ലേ ഇവിടെ അന്ന് ഞങ്ങള് മറ്റേ ബെൽഫാസ്റ്റിൽ പോയ പോലെ ഫോർബിഡൻ പ്ലാനറ്റ് ആനിമേഷൻ അവിടേക്ക് ഒന്നുകൂടെ കയറുന്നു. പക്ഷെ ഇത് വേറെ സ്ഥലം. ഇത് സൗത്ത് ആംപ്ടൺ. ഇവിടെ വീഡിയോ അലോഡ് അല്ല തോന്നുന്നല്ലോ. ആയിരിക്കില്ല. ഒരു മഴ മൂടലുണ്ട് കേട്ടോ. വെയിലൊന്നുമില്ല ഇവിടെ. പക്ഷെ ഇടയിലെ വെയിലും ഇവിടെ കണ്ടോ. ഇവിടെ കംപ്ലീറ്റ് അങ്ങേ അറ്റം വരെ സ്ട്രീറ്റ്. ഒരുപാട് സ്ട്രീറ്റുകളും റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. പൗണ്ട്ലാൻഡ് ഞാൻ ഇന്നലെ മറ്റേ പൗണ്ട്ലാൻഡ് അവിടെ പൗണ്ട്ലാൻഡിലല്ലേ 1 പൗണ്ട് അല്ലേ എന്തോ ഒരുപാട് സാധനങ്ങൾ. 1 പൗണ്ട് എല്ലാ സാധനങ്ങൾക്കും ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾക്ക് മാത്രം 1 പൗണ്ട് അല്ലേ? അങ്ങനെ ഉദ്ദേശിക്കുന്നത് എല്ലാം ഒന്ന് 1 പൗണ്ട് ചേട്ടൻ. പിന്നെ അതായത് ഗോൾഡൻ ഡയമണ്ട് ഒക്കെ വെച്ചിട്ട് 1 പൗണ്ടിന് കിട്ടുമെന്ന് ചോദിച്ചാൽ അങ്ങനെ കിട്ടില്ല കേട്ടോ. അതായത് ഈ കുറച്ച് ഏറ്റവും വില കുറവുള്ള സാധനങ്ങൾ ഈ ചിലപ്പോൾ ടീഷർട്ട് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ക്ലോത്ത്സ് അല്ലെങ്കിൽ ഗ്രോസറി ഐറ്റംസുകളൊക്കെ കാണും 1 പൗണ്ടിന്. അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് നമുക്ക് 1 പൗണ്ടിന് കിട്ടുക. ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. ഇവിടെ ബ്രോ ഇത് ഷോർട്ടാണ് കുറച്ചുകൂടെ. അന്ന് ഈ വഴി നമ്മൾ ഷോർട്ടാണ്. ടണലല്ല, നമ്മളവിടെ കണ്ടില്ലേ ഇപ്പുറത്തോടെ കയറണമെന്ന് അതേ വഴി തന്നെയാണ് ഇത്. തിയേറ്റർ സിനിമയെ കണ്ടു പോയല്ലോ. സിനിമ ഡീലക്സ്. ഇവിടെ നേരെ പോവാം. നമുക്ക് അവിടെ നേരത്ത് അല്ലേ? മുകളിലൊരു യുകെയുടെ ഫ്ലാഗ് ഒക്കെ പാർന്നില്ല. അവന്റെ ഹെയർ കേട്ടോ. ഇവിടെ തന്നെ പോവാം. എടാ അല്ല, ഇത് വഴി മാറിയടാ. നമുക്ക് ഇപ്പുറത്തൂടെയാണോ? ഏത്? അത് റൗണ്ടടാ. അതിൽ കൂടെ ഇറങ്ങാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇത് കണ്ടോ, ഇതൊക്കെ ഗൺ സ്പോട്ടുകളുണ്ടോ. അതൊക്കെ ഹിസ്റ്ററി എഴുതിയുണ്ട്. അത് 1939-നും 45-നും ഇടയ്ക്കുള്ള വാറുകളൊക്കെ ഈ മെഷീൻ ഗണ്ണും കാര്യങ്ങളൊക്കെ ഒളിഞ്ഞാക്രമണം നടത്താൻ വേണ്ടിയിട്ടാണ്. അതുപോലെയൊക്കെ ഉണ്ട്. ഓരോ അപ്പുറത്തെ കടല മതിലുകളൊക്കെ ഇതുപോലെ. ഇവിടെ ഈ കീ ഹോള് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ മതിലത്തിൽ. ഇത് വലിയ എന്താ പറയാ അത്ര ഉറപ്പോടുകൂടെ പഴയ കല്ലുകൾ കൊണ്ട് കെട്ടിയിരിക്കേണ്ടത്. ഇതൊക്കെ എന്തോ ഇവന്റ് നടക്കാൻ പോണം. അതുകൊണ്ടാണ് ഇവര് സത്യം പറഞ്ഞ ഇവിടെ ഇങ്ങനെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോറി, ഐ എം ഡൂയിങ് വ്ലോഗിങ്. ഇതുണ്ടോ ഈ കാണുന്ന മതിലുകളുണ്ട്. ഞാൻ കാണിച്ചു തന്ന ആ മതിലുകളൊക്കെ ഇല്ല. അതായത് പണ്ട് യുദ്ധകാലഘട്ടങ്ങളില് ഒളിഞ്ഞാക്രമണം നടത്താൻ വേണ്ടിയിട്ട് മെഷീൻ ഗൺസും ഗൺസ് കാര്യങ്ങളൊക്കെ യൂസ് ഒളിഞ്ഞിരുന്ന് ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ്
കാരണം ഈ കടൽ തീരത്താണ്. അപ്പൊ കടൽ തീരത്തായതുകൊണ്ട് ഇതുപോലെ ഒരുപാട് മതിലുകൾ എനിക്ക് അവിടെ നിന്ന് കാണാൻ കഴിയും. ഞങ്ങളിവിടെ നിന്ന് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ഇവിടുത്തെ കറക്കമെല്ലാം കഴിഞ്ഞ് ജെറിൻ ഞങ്ങളെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പടയൊക്കെ. എത്ര ഡിസിപ്ലിൻ പറയണം ഒരു വാഹനങ്ങളെ മുന്നിൽ നിർത്തി തരുന്നത് ഇവിടെ. ഇന്ന് വിപിന്റെ ദിവസമാണ്. ഫിയാറ്റിന്റെ വണ്ടിയുണ്ടോ? ഫിയാറ്റോ ഏതാണോ? അതല്ലേ ചെറുത് മൈക്രോ. എന്താ മൈക്രോ? നിസാം മൈക്രോ. നിസാം മൈക്രോടെ അതേപോലെ അല്ല. ഇതൊന്നും നമ്മുടെ ഇന്ത്യയിലില്ല. അതിന്റെ സൗണ്ട് ഉണ്ടോ ഷോട്ടിന്? വിളിച്ച വണ്ടി ഞങ്ങൾ എല്ലാം കഴിഞ്ഞുകൊണ്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും പുതിയ വ്ളോഗിലെ വിശേഷങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇതൊക്കെയാണ് ഇന്നത്തെ ഇവിടുത്തെ ഉള്ള കാഴ്ചകൾ. മാക്സിമം ഇവിടെ ആ ഒരു സ്ട്രീറ്റ് മാത്രം പിന്നെ കാണിക്കാനായിട്ട് സൗത്ത് ആംപ്റ്റൺ. ഇവിടുന്ന് പിന്നെ ലണ്ടൻ ബ്രിഡ്ജ് കുറച്ച് ദൂരമുണ്ട്, 100 സംതിങ് കിലോമീറ്റർ. പക്ഷെ അവിടെ എത്തിപ്പെടുമ്പോൾ 2-3 ഹവേഴ്സെങ്കിലും ട്രാവൽ ടൈം എടുക്കും. അതുകൊണ്ട് അത് റിസ്ക് ആണ്. പിന്നീട് ഞാൻ അവിടെ വരുമ്പോൾ എന്തായാലും ലണ്ടൻ ബ്രിഡ്ജ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും ഈ വ്ളോഗ് ഞാൻ ഇവിടുന്ന് അവസാനിപ്പിക്കുന്നു. എന്തായാലും അടുത്ത വ്ളോഗായിട്ട് വരുന്നവരെ എല്ലാവർക്കും ഒരു You're gonna love it. We've been waiting